അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കുകയാണ്. റിട്ടേൺസ് ടു സ്കെയിൽ. എന്താണ് റിട്ടേൺസ് ടു സ്കെയിൽ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാർജിനൽ പ്രൊഡക്റ്റ്. ആ ഒരു സിദ്ധാന്തം നമ്മൾ പഠിച്ചത്, വേരിയബിൾ പ്രൊപ്പോർഷന്റെ ഒരു സിദ്ധാന്തം നമ്മൾ പഠിച്ചത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന റിട്ടേൺസ് ടു സ്കെയിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. നോക്കിക്കോളൂ. റിട്ടേൺസ് ടു സ്കെയിൽ ഈസ് എ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു ഭാഗമാണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ മീൻസ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ which studies the change in output due to change in all factors. എല്ലാ ഫാക്ടേഴ്സിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഈ റിട്ടേൺ ടു സ്കെയിലിന് നമ്മൾ 3 ടൈപ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നു. ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ, അതാണ് IRS. അടുത്തത് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, CRS. അടുത്തത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, DRS. We can classify returns to scale in 3 types: increasing return to scale, IRS, constant returns to scale, CRS, and third one is diminishing returns to scale, DRS. അപ്പോൾ ഈ 3 എണ്ണം എന്താണ് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം കേട്ടോ. ആദ്യത്തെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ IRS. എന്താണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ IRS? നോക്കാം. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ means the returns to scale in which the changes in output is greater than the change in input. എന്താ പറയുന്നത് മക്കളെ? അതായത് നമ്മൾ ഇൻപുട്ടിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി, കുറച്ച് മാറ്റങ്ങൾ വരുത്തി, പക്ഷെ അതിനേക്കാൾ ഏറ്റവും കൂടുതലാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. റിട്ടേൺ പറഞ്ഞാൽ നമുക്ക് ഈ തിരിച്ച് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ എണ്ണമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിക്കോളൂ. ഇപ്പൊ ലേബറിന്റെ എണ്ണത്തിൽ നമ്മൾക്കിപ്പോ ഒരു 5നെ 6 ആക്കി അല്ലെങ്കിൽ 7 ആക്കി മാറ്റി. 7 ലേബർ വെച്ച് നമ്മൾ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുകയാണെന്ന് വെക്കൂ. അപ്പൊ അങ്ങനെ 7 ആക്കുന്ന സമയത്ത് നമ്മുടെ യൂണിറ്റ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് 50ഉം 60ഉം 90ഉം 150 ഒക്കെ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്, IRS. അവിടെ ഇൻപുട്ടിന്റെ ശതമാനവും അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന ഔട്ട്പുട്ടിന്റെ ശതമാനവും നമ്മൾ നോക്കണം. അടുത്തതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, CRS. Constant returns to scale means the returns to scale in which the change in output is equal to the change in input. നമ്മളിപ്പോൾ 20% ഒരു 20% നമ്മൾ നമ്മുടെ ഇൻപുട്ടിൽ ചേഞ്ചസ് വരുത്തി, മാറ്റം വരുത്തി. പക്ഷെ അതേ 20% തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട്, നമുക്ക് ഫൈനൽ ഗുഡായിട്ട് ലഭിക്കുന്നത്. അവിടെ കൂടുതലും ഇല്ല കുറവും ഇല്ല അല്ലെ, കോൺസ്റ്റന്റ് ആണ്, അവിടെ സ്ഥിരമാണ്. എത്ര ശതമാനമാണോ നമുക്ക് നമ്മൾ ഇൻപുട്ടിൽ മാറ്റം വരുത്തിയത് അതേ ശതമാനം തന്നെ, അതേ തോത് തന്നെയാണ് നമുക്ക് ഫൈനൽ ഗുഡായിട്ട് അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയാ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തതാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. നമുക്ക് നോക്കാം കേട്ടോ. ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ means the returns to scale in which the changes in output is less than changes in input. അതായത് നമ്മൾ ഇൻപുട്ടിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി, പക്ഷെ ആ ചേഞ്ചസ് വരുത്തിയതിനേക്കാൾ കുറവായിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിട്ടേൺസ് ടു സ്കെയിലിനെയാണ് നമ്മൾ പറയുന്നത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ടീച്ചർ കുറച്ച് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാവും. നോക്കൂ, ടീച്ചർ ഇവിടെ ഇൻപുട്ട് എന്നും ഔട്ട്പുട്ട് എന്നും എഴുതിയിട്ടുണ്ട് അല്ലെ. ഇൻപുട്ടിൽ ടീച്ചർ എല്ലും കെയും ആണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ എൽ മീൻസ് ലേബർ, കെ മീൻസ് ക്യാപിറ്റൽ കേട്ടോ. ലേബർ 1 യൂണിറ്റും ക്യാപിറ്റൽ 1 യൂണിറ്റുമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ 100 യൂണിറ്റ് ആണ്. എന്താണ്? ലേബറും ക്യാപിറ്റലും 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് അല്ലെ. അപ്പൊ ലേബറും ക്യാപിറ്റലും ഓരോ യൂണിറ്റ് 1 എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 100 ആണ് അല്ലെ. പക്ഷെ അതേ സമയം നമ്മൾ എന്ത് ചെയ്തു? ലേബറിനെ 1 കൂട്ടി അല്ലെ, 1 യൂണിറ്റ് കൂട്ടി. അപ്പൊ 2 ആയി. ക്യാപിറ്റലിനെ
ക്യാപിറ്റലിനെ നമ്മൾ കൂട്ടി. അപ്പൊ അവിടെയും ക്യാപിറ്റലിന്റെ ഭാഗത്ത് എന്തായി? 2 ആയി അല്ലേ? അപ്പൊ 2 2 എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? 100-ൽ നിന്നും 150 മാറി. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം പഠിച്ചു, നമ്മൾ കുറെ IRS, CRS, DRS ഒക്കെ പഠിച്ചു അല്ലേ? ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയില്, പിന്നെ ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയില്, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഏത് തരത്തിലുള്ള റിട്ടേൺസ് ടു സ്കെയിലാണ് ഇത്? ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ മനസ്സില്. 100-ൽ നിന്നും 150 ആയപ്പോൾ ഏത് തരത്തിലുള്ള റിട്ടേൺസ് ടു സ്കെയിലാണ്? പറഞ്ഞോളൂ. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്ന് കുറച്ച് കുട്ടികളൊക്കെ പറയുന്നുണ്ട് അല്ലെ? അത് തെറ്റാണ് കേട്ടോ. വളരെ വളരെ തെറ്റായ ഒരു ഉത്തരമാണ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ? ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കൂടി വെച്ചാൽ നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ്, അതായത് ഔട്ട്പുട്ട് ഒക്കെ കൂടിയെന്ന് വെച്ചാൽ IRS ആണ്, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ 100-ൽ നിന്നും ഇവിടെ 150 ആയി, അപ്പൊ IRS അല്ലേ വരുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ തെറ്റാണ്. നമ്മൾ എപ്പോഴും ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഇൻപുട്ടിന്റെ അളവും നമ്മൾ നോക്കണം. ഇൻപുട്ടിന്റെ ചേഞ്ചസിനേക്കാൾ കൂടുതലാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിച്ചതെങ്കിൽ അതിനെയാണ് നമ്മൾ IRS എന്ന് പറയാം. ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ മക്കളെ. നേരത്തെ L-ഉം K-യും ലേബറും ക്യാപിറ്റലും 1 യൂണിറ്റ് ആയി. പക്ഷെ ഇപ്പൊ എത്ര യൂണിറ്റ് ആയി? 2 യൂണിറ്റ് ആയിട്ട് മാറിയില്ലേ? അത് 2 എന്ന് പറയുന്നത് ഒരു ഇരട്ടിയാണ്. 100% അവിടെ വർദ്ധിച്ചത് അല്ലേ? 1 + 1 അല്ലേ 2. അപ്പൊ 100% വർദ്ധിച്ചതാണ് അവിടെ 2 എന്ന് പറയുന്നത്. പക്ഷെ ഔട്ട്പുട്ട് നോക്കൂ മക്കളെ, 100 150 ആയി മാറി. ശരിക്കും ഇവിടെ എത്രയും മാറണം? 100% വർദ്ധിക്കണം അല്ലേ? അതിന്റെ ഇരട്ടി വർദ്ധിക്കണം, 200 ആയി മാറണം. പക്ഷെ ഇവിടെ 150 ആയിട്ടാണ് മാറിയത്. 50% വർധനവല്ലേ അവിടെ കാണുന്നത്? ആണോ? യെസ്. ഇൻപുട്ടിൽ 100% വർദ്ധിച്ചപ്പോൾ ഔട്ട്പുട്ടിൽ വെറും 50% വർദ്ധിച്ചത്. അപ്പൊ ഇനി നിങ്ങൾ പറയൂ, ഇത് ഏത് തരത്തിലുള്ള സ്കെയിലാണ് അല്ലെങ്കിൽ റിട്ടേൺസ് ടു സ്കെയിലാണ്? യെസ്, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്, അല്ലെങ്കിൽ DRS ആണ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. അതായത് 100 150 ആയി വർദ്ധിച്ചു. പക്ഷെ ആ വർധനവ് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ ചേഞ്ചസിനേക്കാളും കുറവാണ്. അത്തരത്തിലുള്ള റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അല്ലെ? ശരി, അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ലേബറും ക്യാപിറ്റലും അതേ യൂണിറ്റ് ആണ് കേട്ടോ ടീച്ചർ എടുക്കുന്നത്. ലേബറും ക്യാപിറ്റലും 1-ൽ നിന്നും 2 ആയിട്ട് കൂടിയ സമയത്ത് ഔട്ട്പുട്ട് 100 യൂണിറ്റിൽ നിന്നും 200 യൂണിറ്റ് ആയിട്ട് കൂടി. അപ്പൊ ഇത് ഏത് തരത്തിലുള്ള റിട്ടേൺസ് ആണ്? ഇത് ഏത് തരത്തിലുള്ള റിട്ടേൺസ് ടു സ്കെയിൽ ആണ്? യെസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് അല്ലെ? അതായത് 1-ൽ നിന്നും 2 ആയി എന്ന് പറയുമ്പോൾ 100% വർദ്ധിച്ചു എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ ഔട്ട്പുട്ട് 100-ൽ നിന്നും 200 ആയി പറഞ്ഞാൽ എന്താണ്? അതിന് ഇരട്ടി 100% വർദ്ധിച്ചു. അപ്പൊ ഇൻപുട്ടിൽ ഉണ്ടാവുന്ന അതേ ചേഞ്ചസ് തന്നെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള റിട്ടേൺസ് ടു സ്കെയിലിന് പറയുന്നതാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ലെങ്കിൽ CRS. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തൊരു എക്സാമ്പിൾ ടീച്ചർ ചെയ്ത് കാണിച്ചുതരാം കേട്ടോ. നോക്കൂ മക്കളെ, ലേബറും ക്യാപിറ്റലും 2 യൂണിറ്റായി വർദ്ധിച്ച സമയത്ത് ഔട്ട്പുട്ട് 100-ൽ നിന്നും 150 അല്ല, 200 അല്ല, 250% വർദ്ധിച്ചു. എന്താ പറയുന്നത്? 100-ൽ നിന്നും 250% വർദ്ധിച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ വർധനവാണല്ലേ കാണുന്നത്? ഇൻപുട്ടിന്റെ ചേഞ്ചസിനെ അപേക്ഷിച്ച് ഔട്ട്പുട്ട് ഒരു 200 ആയി എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? 100% എന്ന് പറയാം അല്ലെ? പക്ഷെ 100% അധികമായിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ? ഇൻക്രീസ് ചെയ്യാണ്, മാറ്റം വരികയാണ് അല്ലെ? The changes in output is greater than changes in input is called increasing return to scale. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഇത് ഏത് റിട്ടേൺസ് ടു സ്കെയിലിന് ഉദാഹരണമാണ് മക്കളെ? IRS. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഔട്ട്പുട്ടിന്റെ ചേഞ്ചസ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അതേ സ്ഥാനത്ത് ഇൻപുട്ടിന് എത്ര ചേഞ്ചസ് വന്നു, അത് എത്രമാത്രം ഔട്ട്പുട്ടിന്റെ ചേഞ്ചസിനെ എഫക്ട് ചെയ്തു, ഇത് രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് അനാലിസിസ് ചെയ്തിട്ടാണ് ഇത് ഏത് തരത്തിലുള്ള റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കണം കേട്ടോ.
ടീച്ചർ ഈ പാഠത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഈ ചാപ്റ്ററിന് 2 ഭാഗങ്ങളുണ്ട്, പ്രൊഡക്ഷനും കോസ്റ്റും, ഉൽപാദനവും ചിലവും അല്ലേ. അപ്പൊ ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്, കോസ്റ്റ്, അതായത് ചിലവ്. എന്താ നമുക്ക് നോക്കാം കേട്ടോ. Cost refers to the expenses incurred by the producer to produce goods and services. അതായത് എന്താ മക്കളെ പറയുന്നത്, ഒരു പ്രൊഡ്യൂസറിന് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ചിലവുകൾ വരില്ലേ, അതിനെ തന്നെയാണ് എന്ത് പറയാ നമ്മള് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആർ എക്സാമ്പിൾ ഓഫ് കോസ്റ്റസ്. അതായത് വേജസ്, നമ്മളിപ്പോൾ തൊഴിലാളികളെ ഒരുപാട് നമ്മൾ നിയമിക്കും അല്ലേ, അതായത് ഒരുപാട് അപ്പോയിന്റ് ചെയ്യില്ലേ. ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം തൊഴിലാളികളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ വേജസ് അല്ലെങ്കിൽ സാലറി നമ്മൾ കൊടുക്കണം. അപ്പൊ അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മക്കളെ, അത് ഒരു ചിലവാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു വലിയ സ്ഥാപനം നമ്മൾ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ നിന്നും നമ്മൾ ചിലപ്പോൾ ലോൺ എടുക്കില്ലേ, പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യും, ലോൺ എടുത്തിട്ടുണ്ടാകും. അപ്പൊ ആ ലോൺ എമൗണ്ട് അടയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് എല്ലാ മാസവും നമ്മൾ കൊടുക്കണം. അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിലവാണോ അല്ലയോ? അതെ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതും പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് എന്താണ്, ചിലവാണ്. വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, cost of raw materials are example of costs. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. In the short run, costs can be classified as total fixed cost and total variable cost. ഷോർട്ട് റണ്ണില് ഈ ചിലവുകളെ 2ആയി തരംതിരിക്കുന്നുണ്ട്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നും. ഇൻ ദ ലോങ് റൺ ഓൾ കോസ്റ്റസ് ആർ വേരിയബിൾ. ലോങ് റണ്ണിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, കാരണം എല്ലാ കോസ്റ്റസും വേരിയബിൾ ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ? TFC is the cost which do not change with the change in output. എന്താണ് പറയുന്നത് മക്കളെ? അതായത് നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ച് വന്നാലും അത് TFCയെ എഫക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത് കേട്ടോ. TFC കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് TC മൈനസ് TVC. എന്താണ് TC? ടോട്ടൽ കോസ്റ്റ്. എന്താണ് TVC? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ TFC എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. റെന്റ്, ഇൻഷുറൻസ് പ്രീമിയം, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, സാലറി ഓഫ് പെർമനന്റ് എംപ്ലോയീസ് ആർ എക്സാമ്പിൾ ഓഫ് ഫിക്സഡ് കോസ്റ്റസ്. എന്താ പറയുന്നത് നോക്കിക്കോളൂ. ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വെക്കൂ. എൻ്റെ കീഴിൽ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്. എൻ്റെ കീഴിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്. പക്ഷെ അവരെല്ലാവരും ടെമ്പററി എംപ്ലോയീസ് അല്ല, പെർമനന്റ് എംപ്ലോയീസ് ആണ്. അവർക്ക് തീർച്ചയായും ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഒരു കമ്പനിയിൽ അവർക്ക് ഒരു ഷെയർ ഉണ്ട് അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പ്രിഫേർഡ് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എൻ്റെ കമ്പനിയിൽ എന്ത് നഷ്ടം വന്നാലും അല്ലെങ്കിൽ എന്ത് ലാഭം വന്നാലും എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ പെർമനന്റ് എംപ്ലോയീസിന് സാലറി കൊടുത്തേ മതിയാവുള്ളൂ. അതാണ് ടേംസ് ആൻഡ് പോളിസിയാണ് അല്ലെ. അതൊരു റെഗുലേഷൻ ആണ്, അതൊരു നിയമമാണ്. എൻ്റെ കമ്പനി എത്ര നഷ്ടം വന്നാലും എനിക്ക് എന്ത് ചെയ്യണം, അവർക്ക് സാലറി കൊടുത്തേ മതിയാവുള്ളൂ. അപ്പൊ എൻ്റെ ഔട്ട്പുട്ട് കൂടിയാലും എൻ്റെ ഔട്ട്പുട്ട് കുറഞ്ഞാലും യാതൊരുവിധ പ്രശ്നവും അവർക്ക് വരാൻ പാടില്ല. അപ്പൊ പെർമനന്റ് എംപ്ലോയീസിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഔട്ട്പുട്ടിലെ ചേഞ്ചസ് അവരെ അഫക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സാലറി കൊടുത്തേ മതിയാകുള്ളൂ. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാണ് മക്കളെ. ഇപ്പൊ ഞാനൊരു സ്ഥാപനം തുടങ്ങി, ഞാൻ വാടകയ്ക്കാണ് ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അതിലാണ് ഞാൻ എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു റൂമിന് ഞാൻ എന്ത് ചെയ്യണം, വാടക കൊടുക്കണല്ലേ, ആ റെന്റ് കൊടുക്കണല്ലേ. അപ്പൊ റെന്റ് എനിക്ക് ഔട്ട്പുട്ട് ഇല്ല, എൻ്റെ ഈ ബിസിനസ് നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവർക്ക് റെന്റ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് എത്ര ലാഭം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ആ റെന്റ്, ആ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. അപ്പൊ റെന്റ്
ആൻഡ് ഇൻഷുറൻസ് പ്രീമിയം, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, സാലറി ഓഫ് പെർമനന്റ് എംപ്ലോയീസ് ഒക്കെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് ഉദാഹരണമാണ്. നമ്മൾ പറഞ്ഞു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തു. പക്ഷെ നമ്മുടെ ബിസിനസ് പരാജയപ്പെടുകയാണെങ്കിൽ നമ്മൾ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല അല്ലെ. നമ്മൾ അവിടെ ഇൻട്രസ്റ്റ് കൊടുത്തേ തീരുള്ളൂ. എല്ലാ മാസവും ഒരു നിശ്ചിത ശതമാനം പലിശ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ചിലവുകളെയാണ് നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അടുത്തതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. TVC is the cost which changes with change in output. If the output is 0, TVC is also 0. ഔട്ട്പുട്ടിന്റെ ചേഞ്ചസിന് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചില കാര്യങ്ങൾ, ചില കോസ്റ്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ചെലവുകളെയാണ് നമ്മൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം ടീച്ചർ. സാലറി ഓഫ് ടെമ്പററി എംപ്ലോയീസ്. ഒരു സ്ഥാപനത്തിൽ ടെമ്പററി ആയിട്ട് കുറച്ച് തൊഴിലാളികളെ, താൽക്കാലികമായിട്ട് നമ്മൾ കുറച്ച് തൊഴിലാളികളെ നിയമിക്കുകയെന്ന് വെക്കൂ. ആ സ്ഥാപനത്തിൽ കറക്റ്റായിട്ട് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവരുടെ സാലറിന്റെ ആ ശതമാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ പറ്റും. ഈ മാസം നമ്മുടെ സ്ഥാപനത്തിന് പ്രോഫിറ്റ് അധികം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് 10,000 പകരം ഞാനൊരു 5,000 രൂപയാണ് തരുന്നത് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. അവരൊരു ടെമ്പററി എംപ്ലോയീസ് ആണെങ്കിൽ. പക്ഷേ പെർമനന്റ് എംപ്ലോയി ആണെങ്കിൽ പറയാൻ പറ്റുമോ? പറ്റില്ല കേട്ടോ. ഇലക്ട്രിസിറ്റി ചാർജസ് എന്താണ്? നമ്മൾ കറണ്ട്, നമുക്ക് പൈസ ഇല്ല, നമുക്ക് മാസ വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ കറണ്ട് ഉപയോഗിക്കാണ്ടിരുന്ന കറണ്ട് ചാർജ് നമുക്ക് ഒരു നിശ്ചിത ശതമാനത്തിന് മുകളിലായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുമോ? അവിടെ ഇല്ല. പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ്, അതായത് നമ്മൾക്ക് പൈസ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ റോ മെറ്റീരിയൽസ് വാങ്ങുന്നത് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഇതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ എക്സാമ്പിൾ. അപ്പൊ എങ്ങനെയാണ് മക്കളെ TVC കാണുന്നത്? TVC ഈസ് ഈക്വൽ ടു TC മൈനസ് TFC. ടോട്ടൽ കോസ്റ്റിൽ നിന്നും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ ഇവിടെ TVC എന്ന് പറയുന്നത്. ഫോർമുല കാണാപ്പാടം തന്നെ പഠിക്കണം, കാരണം ഇമ്പോർട്ടന്റ് ആണ്. ടേബിൾ നമുക്ക് അടയാളപ്പെടുത്താൻ വരും, അല്ലെങ്കിൽ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി എന്താണ് ടോട്ടൽ കോസ്റ്റ് നോക്കാം. TC, total cost is the sum total of all costs incurred by the producer to produce goods and services. It is a sum total of total fixed cost and total variable cost. ഒരു പ്രൊഡ്യൂസർ ഫേസ് ചെയ്യുന്ന എല്ലാ ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയാ? മൊത്തം ചെലവ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം. അതില് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ സമ്മം അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ സമ്മം ഉൾപ്പെടുന്നു. TFC പ്ലസ് TVC ആയിരിക്കും TC എന്ന് പറയുന്നത്. ഫോർമുല ശ്രദ്ധിക്കും മക്കളെ. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ടോട്ടൽ കോസ്റ്റ്, എന്താണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, എന്താണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, എന്താണ് കോസ്റ്റിന്റെ ഡെഫിനീഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കാൻ കേട്ടോ. മക്കളെ, ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ടേബിള്. ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. 4 കോളം ഉണ്ട് അല്ലെ? Q, TFC, TVC ആൻഡ് TC. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. 0 to 13 വരെ ഉണ്ട്. TFC നോക്കൂ. TFC ഒരിക്കലും 20, 33, 43 അങ്ങനെയാവോ? ഇല്ല അല്ലെ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ആ കോസ്റ്റിൽ ഒരിക്കലും അവിടെ എന്തില്ല? മാറ്റമില്ല അല്ലെ. അതുകൊണ്ടാണ് എല്ലാവിടെയും 20, 20, 20, 20, 20 എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കൂ മക്കളെ, TVC ഉണ്ട്, TC ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് പറയൂ, TVC എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ മുൻപിൽ ഏത് ഫോർമുല പഠിച്ചേ? TVC കണ്ടെത്താൻ TCയിൽ നിന്നും TFC കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ TVC ലഭിക്കും. ഇവിടെ TC എന്ന് പറയുന്നത് 20 ആണ് അല്ലെ. 20ൽ നിന്നും TFC ആയ 20 കുറച്ചപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ 0 കിട്ടിയത്. അടുത്തത് നോക്ക് മക്കളെ, TC ആയ 30ൽ നിന്നും TFC ആയ 20 കുറച്ചപ്പോൾ കിട്ടിയതാണ് 10 എന്നുള്ള TVC. അടുത്തതോ 39 എന്ന TCയിൽ നിന്നും 20 എന്ന TFC കുറച്ചപ്പോഴാണ് നമ്മൾക്ക് 19 എന്ന TVC ലഭിച്ചത്. അടുത്തതോ 47 എന്ന TCയിൽ നിന്നും 20 എന്ന TC കുറച്ചപ്പോഴാണ് 27 എന്ന TVC നമുക്ക് ലഭിച്ചത്. ഇങ്ങനെയാണ് ബാക്കി എല്ലാ നമ്പേഴ്സും കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ടീച്ചർ. അപ്പൊ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ TC എങ്ങനെയാ കാണുക?
TC എങ്ങനെയാ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക? യെസ്, TFC പ്ലസ് TBC ആണല്ലോ TC എന്ന് പറയുന്നത്. നോക്കൂ മക്കളെ, ആദ്യത്തെ TFCയിലെ നമ്പർ ആണ് 20 എന്നുള്ളത്. 20 യൂണിറ്റ് TFC ആകുമ്പോൾ TBC എത്രയാണ്? അവിടെ 0 ആണ് അല്ലേ? അപ്പൊ 20 പ്ലസ് 0 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 20 ആണ്. അടുത്തതോ TFC 20 ആണ്, TBC 10 ആണ്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 20 പ്ലസ് 10 ഈക്വൽ ടു 30. അടുത്തത് നോക്ക് മക്കളെ, 20 TFC ആവുന്ന സമയത്ത് നമ്മുടെ TBC 19 ആണ്. അപ്പൊ 20 പ്ലസ് 19 ഈക്വൽ ടു 39 ആണ് അല്ലെ? അപ്പൊ 39 എന്ന് പറയുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. അടുത്തത് 27 ആണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, 20 ആണ് നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അപ്പൊ 27 പ്ലസ് 20 ആണ് 47, അതായത് ടോട്ടൽ കോസ്റ്റ്. അപ്പൊ ഒരു ടേബിൾ തരികയാണ്, ക്വാണ്ടിറ്റി തരും, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തരും. അപ്പോൾ ഫൈൻഡ് ഔട്ട് ടോട്ടൽ കോസ്റ്റ് ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ണു അടച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കാണ് കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് TFCയുടെയും TBCയുടെയും TCയുടെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കും മക്കളെ. OX അക്ഷത്തിൽ നമ്മൾ ഔട്ട്പുട്ടും OY അക്ഷത്തിൽ നമ്മൾ കോസ്റ്റുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് OX ആക്സിസ് റെപ്രസെന്റ് ഔട്ട്പുട്ട് ആൻഡ് OY ആക്സിസ് റെപ്രസെന്റ് കോസ്റ്റ്. TC, TBC ആൻഡ് TFC ആർ ദ 3 കർവ്സ്. TCയും TBCയും TFC എന്ന് പറയുന്ന 3 വക്രങ്ങളാണല്ലേ, 3 കർവുകളാണ് അല്ലേ? നോക്കൂ മക്കളെ, TBC ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഒറിജിനിൽ നിന്നുമാണല്ലേ, 0. അത് ഏറ്റവും അറ്റത്തിൽ നിന്നുമാണ്, ഒറിജിനിൽ നിന്നുമാണ് TBC ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഔട്ട്പുട്ട് 0 ആകുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഈ ഗ്രാഫ് പ്രകാരം TFC എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? OX ആക്സിസിന് ലംബമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ഇവിടെ TFC. ഓക്കെ അല്ലേ? ഓക്കെ. TC എവിടെ നിന്നാണ് മക്കളെ ആരംഭിക്കുന്നത്? OY അക്ഷത്തിലെ F എന്ന പോയിന്റിൽ നിന്നുമാണ് TC ആരംഭിക്കുന്നത്. ആദ്യം ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇൻക്രീസ് ചെയ്യും, പിന്നീട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഔട്ട്പുട്ട് ഏറ്റവും കൂടുതലാകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് അവിടെ എന്താണ്? കൂടുകയാണ് അല്ലെ? നമുക്ക് ഒരുപാട് ഔട്ട്പുട്ട് കിട്ടിയെന്ന് അതിന്റെ അർത്ഥം എന്താണ്? ആ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഇൻപുട്ടും ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യാണ്? വർദ്ധിക്കുകയാണ്. ഈ ഗ്രാഫിൽ നോക്കൂ മക്കളെ, TCയുടെയും TBCയുടെയും ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻവേർട്ടഡ് എസ് ഷേപ്പ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. TCയുടെയും TBCയുടെയും ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് എസ് ഷേപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം കേട്ടോ. In the diagram, output is marked on the x-axis and cost on the y-axis. TFC curve is parallel to x-axis. ടീച്ചർ പറഞ്ഞ പോലെ x-axisന് parallel ആയിട്ടാണ് TFC curve വരച്ചിരിക്കുന്നത്. TBC curve starts from the origin because when output is 0. അത് ഔട്ട്പുട്ട് 0 ആകുമ്പോൾ TBC എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവ് ഒറിജിനിൽ നിന്നും ആരംഭിക്കാൻ കാരണം. Both TBC and TC curves are sloping upward. എന്താണ്? അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ്, മുകളിലേക്കാണല്ലേ പോകുന്നത്, അല്ലെങ്കിൽ ഡൗൺവേർഡിലേക്കല്ലല്ലോ, മുകളിലോട്ട് പോകുന്നത് കൊണ്ട് TC കർവും TBC കർവും അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. They have an inverted S shape. ഒരു S ഷേപ്പിന്റെ ആകൃതിയിലാണ് TCയും TBCയുടെയും കർവിലുള്ള ഒരു ആകൃതി. TC curve begins from point F. TC കർവ്, ടോട്ടൽ കോസ്റ്റ് കർവ് പോയിന്റ് Fൽ നിന്നും ആരംഭിക്കുന്നു. TFC കർവ് കട്ട് ദ Y ആക്സിസ്. Y ആക്സിസിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. TC curve initially increases slowly and then rises rapidly as output increases. പതുക്കെ എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പതുക്കെ പിന്നെ റാപ്പിഡ് ആയിട്ട് വർദ്ധിക്കുന്ന ഒരു കർവാണ് ടോട്ടൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കാനുണ്ടോ ടീച്ചർ? ഇനി നമുക്ക് കുറച്ച് ഫോർമുലാസ് ഒക്കെ നോക്കാം കേട്ടോ. ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഫോർമുല എങ്ങനെയാണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഫോർമുല എങ്ങനെയാണ്? ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എങ്ങനെ നമുക്ക് കാണാം? അപ്പൊ നോക്കാം അല്ലെ നമുക്ക്.
അപ്പൊ നോക്കൂ മക്കളെ, ആദ്യത്തെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് എന്ന് പറഞ്ഞു അല്ലേ ടീച്ചർ, ശരാശരി എന്നാണ് അല്ലെ. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ നിന്നും അതിന്റെ ഒരു ക്വാണ്ടിറ്റി Q ഹരിച്ചാൽ കിട്ടുന്നതാണ് AFC എന്ന് പറയുന്നത്. AFC കർവ് എപ്പോഴും ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പിലായിരിക്കും. അതായത് ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ AFC കർവ് ഉള്ളത്. AFC കർവിന്റെ ഷേപ്പാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇമ്പോർട്ടന്റ് ആണ്, AFC കർവിന്റെ ഷേപ്പാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പ് കേട്ടോ. അപ്പൊ TFCയിൽ നിന്നും Q ഹരിച്ചാൽ കിട്ടുന്നതാണ് AFC. അടുത്തത് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. എങ്ങനെയാ കാണുക? TVCയിൽ നിന്നും Q ഹരിക്കുക. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കാണാൻ SAC is equal to TC/Q. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കാണാൻ TCN മൈനസ് TCN-1. ഇതെല്ലാം എളുപ്പമാണ്, അതുകൊണ്ട് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ആ ഫോർമുല മാത്രം നമ്മൾ കാണാപ്പാഠം പഠിച്ചാൽ മതി. ഇത് നോക്കും മക്കളെ, ഇനി ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, ഇതെല്ലാം കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ നോക്കൂ. TC ആണ് TFCയും TVCയും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? TC നമുക്ക് ലഭിക്കും. അതല്ലാതെ മറ്റൊരു ഫോർമുലയാണ് AC ഇൻറ്റു Q, ആവറേജ് കോസ്റ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി Q. അടുത്തതോ TFC കാണാനോ TC മൈനസ് TBC. നമ്മൾ മുന്നിലെ കണക്കിൽ നമ്മുടെ ടേബിളിൽ പഠിച്ചുണ്ടേ, TC മൈനസ് TBC ആണ് TFC. അത് അല്ലെങ്കിൽ നമ്മൾക്ക് വേറൊരു ഫോർമുല വെച്ചിട്ട് നമ്മൾക്ക് TFC കാണാൻ പറ്റും. നോക്കിക്കോളൂ, ABC ഇൻറ്റു ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇൻറ്റു Q. ഓക്കെ അല്ലേ? ഇനി TVC കാണാൻ TC മൈനസ് TFC അല്ലെങ്കിൽ ABC ഇൻറ്റു Q. AC കാണാൻ AFC പ്ലസ് ABC, AFC കാണാൻ AC മൈനസ് ABC. അങ്ങനെ കുറച്ച് ഫോർമുലാസ് ആണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അടുത്തൊരു ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് ABC. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ഗ്രാഫ് ശ്രദ്ധിക്കൂ. ഈ ഗ്രാഫില് OX ആക്സിസിൽ ഔട്ട്പുട്ടും OY ആക്സിസിൽ കോസ്റ്റുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് OX അക്ഷത്തില് ഉൽപ്പന്നവും OY അക്ഷത്തില് ചിലവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ SMC കർവിനെയും അതായത് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവിനെയും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിനെയും ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലെ. ഈ മൂന്ന് കർവുകളും എന്താണ്? SMCയും SACയും ABCയും യു ഷേപ്പ്ഡ് കർവാണ്. അതിന്റെ ആകൃതി എന്ന് പറയുന്നത് മൂന്നെണ്ണം എന്താണ്? യു ഷേപ്പ്ഡ് ആണ് അല്ലേ മക്കളെ. ഇനി നോക്കൂ, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ABC. ആദ്യം ABC കുറഞ്ഞു വരും. എന്നിട്ട് എന്ത് ചെയ്യും? മിനിമത്തിലെത്തുന്നു. Q2. ആ താഴത്ത് നോക്കൂ, X ആക്സിസിൽ ടീച്ചർ അടയാളപ്പെടുത്തുന്നത് Q2. അത് OQ2 എന്ന പോയിന്റ് ആണ് ABCയുടെ മിനിമം പോയിന്റ്. ആ മിനിമം പോയിന്റിൽ നിന്നും പിന്നെ ABC എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് റാപ്പിഡ് ആയിട്ട് വർദ്ധിക്കുന്നു. ABC ആദ്യം കുറയുന്നു, പിന്നെ മിനിമത്തിലെത്തുന്നു, പിന്നെ റാപ്പിഡായി വർദ്ധിക്കുന്നു. ഓക്കെ അല്ലേ? ABCയുടെ തൊട്ട് മുകളിലായിട്ട് വരയ്ക്കുന്ന ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു വക്രമാണ് SAC എന്ന് പറയുന്നത്. എന്താണ്? SAC. ഈ SAC എപ്പോഴും ABCയുടെ മുകളിലായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ഇതും എന്താണ്? യു ഷേപ്പ് ആണ്. SACയുടെ മിനിമം പോയിന്റ് ആണ് Q3. അതായത് OQ3 എന്നതാണ് SACയുടെ മിനിമം പോയിന്റ്. ഇതുവരെ ക്ലിയർ അല്ലേ? SACയുടെയും ABCയുടെയും മിനിമം പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന കർവാണ് SMC. എന്താണ്? ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. ഈ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ABCയുടെയും SACയുടെയും മിനിമം പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു കർവാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ അല്ലെ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് ABC ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയണം കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് ലോങ് റൺ കോസ്റ്റ്. നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് പഠിച്ച പോലെ തന്നെയാണ് ലോങ് റൺ കോസ്റ്റും കേട്ടോ. ഇൻ ദ ലോങ് റൺ ഓൾ ഇൻപുട്സ് ആർ വേരിയബിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോങ് റണ്ണില് എല്ലാ ഇൻപുട്ടും എന്താണ്? വേരിയബിൾ ആണ് അല്ലേ. ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ആർ ലോങ് റൺ കോസ്റ്റസ്. അതായത് ലോങ് റൺ കോസ്റ്റസ് എന്ന് പറയുന്നത് LRACയും LRMCയും ആണ്. അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ മാർജിനൽ കോസ്റ്റുമാണ് ലോങ് റൺ കോസ്റ്റിന് ഉദാഹരണം.
അടുത്തത് എന്താ പഠിക്കുന്നത്? ഷേപ്പ് ഓഫ് ലോങ് റൺ കോസ്റ്റ് കർവ് അല്ലെ. ഇവിടെ നോക്കും മക്കളെ, ഗ്രാഫില് OX ആക്സിസിൽ നമ്മൾ ഔട്ട്പുട്ടും OY ആക്സിസിൽ നമ്മൾ കോസ്റ്റും, ലോങ് റണ്ണിന്റെ കോസ്റ്റും ആണ് അല്ലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. LRMCയും അതുപോലെ തന്നെ LRACയും യു ഷേപ്പ്ഡ് കർവാണ്. പക്ഷെ SAC കർവിനേക്കാളും കുറച്ചും കൂടി ഫ്ലാറ്റ് ആയ രീതിയിലാണല്ലേ, അതായത് കുറച്ചും കൂടി പരന്ന രീതിയിലാണ് LRMC കർവിന്റെയും LRAC കർവിന്റെയും ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്താണ്? ഒരു ഫ്ലാറ്റ് ഷേപ്പ് ആണ്, അത് യു ഷേപ്പ്ഡ് ആണ് കേട്ടോ. LRMCയും അതുപോലെ LRACയും യു ഷേപ്പ്ഡ് ആണ്. SAC കർവുമായി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഫ്ലാറ്റ് ആണ് ഈ കർവുകൾ. ഇതുവരെ മനസ്സിലായല്ലോ മക്കളെ? നോക്കൂ, LRAC and LRMC initially decrease because increasing return to scale. ഈ LRMCയും LRACയും ആദ്യം കുറയും. എന്തുകൊണ്ടാണെന്നറിയോ? ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ കാരണം ഈ രണ്ട് കർവും ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ കുറയുന്നു. The middle of LRAC and LRMC is flat due to the constant return to scale. നോക്കൂ മക്കളെ, LRMCന്റെയും LRACയുടെയും മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയ രീതിയിലാണ്, ഒരു പരന്ന രീതിയിലാണ് അല്ലേ. അതെന്താ അങ്ങനെ ആവാൻ കാരണം? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആയതുകൊണ്ടാണ് LRMCന്റെയും LRACന്റെയും ഒരു കർവിൽ ഇങ്ങനെ ഫ്ലാറ്റ് ആവാനുള്ള കാരണം. LRMC curve cuts at the minimum point of LRAC from below. എന്താ പറയുന്നത് മക്കളെ? LRAC കർവിന്റെ താഴെ നിന്നുമാണ് LRMC കർവ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. നോക്കൂ മക്കളെ, ഇത് നോക്ക്, LRAC കർവല്ലേ ഇത്, ഇതിന്റെ താഴ്ഭാഗത്തിൽ നിന്നുമാണ് LRMC കർവ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നത്. അതെന്തുകൊണ്ടാണ്? ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആയ കാരണമാണ്. ക്ലിയർ ആയോ? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ആയ കാരണം ഈ രണ്ട് കർവും ഫ്ലാറ്റ് ആയി. LRAC കർവിന്റെ താഴ്ഭാഗത്തിൽ നിന്നും LRMC കർവ് കട്ട് ചെയ്തു പോകുന്നു. അതെന്തുകൊണ്ടാണ്? ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ കാരണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടീച്ചർ. അടുത്തൊരു ചെറിയ ടോപ്പിക്കാണ് ഐസോകോണ്ട്. ടീച്ചർ ഇവിടെ ഐസോകോണ്ടിന്റെ കർവ് ഒരു ചെറിയ രീതിയിലാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണേ. ഐസോകോണ്ട് ഈസ് ആൾസോ നോൺ ആസ് ഈക്വൽ പ്രൊഡക്റ്റ് കർവ്. ഐസോകോണ്ടിന്റെ മറ്റൊരു പേരാണ് ഈക്വൽ പ്രൊഡക്റ്റ് കർവ് എന്നത്. അപ്പൊ ഐസോകോണ്ടിന്റെ വേറൊരു നെയിം എന്താണ്? ഈക്വൽ പ്രൊഡക്റ്റ് കർവ്. ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ഈസ് ആൾസോ നോൺ ആസ് ഐസോകോണ്ട് കർവ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഇൻപുട്ട് വിച്ച് ഗിവ് മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ നേരത്തെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇൻഡിഫറൻസ് കർവ് പഠിച്ച പോലെ തന്നെയാണ് ഇവിടെ ഐസോകോണ്ട് കർവ്. അതായത് 2 points of combination of input അല്ലെ, അതായത് രണ്ട് ഇൻപുട്ടിന്റെ പല കോമ്പിനേഷനുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് സെയിം ലെവൽ ആയിരിക്കും. അത്തരം പോയിന്റ്സിനെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയെയാണ് നമ്മൾ ഐസോകോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ കൺസ്യൂമേഴ്സിനല്ല സംതൃപ്തി ലഭിക്കുന്നത്, മറിച്ച് ആർക്കായിരിക്കും? പ്രൊഡ്യൂസേഴ്സിനായിരിക്കും. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പൊ ഈ ഐസോകോണിന്റെ ഷേപ്പ് അല്ലെ, ഇത് ഈ വക്രത്തിന്റെ ഷേപ്പ്, ആകൃതി എന്ന് പറയുന്നത് എന്തായിരിക്കും? നോക്കൂ, നിങ്ങൾ ആ ഒരു ഗ്രാഫ് ശ്രദ്ധിക്കൂ മക്കളെ. ഐസോകോൺസ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഐസോകോണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഐസോകോൺ സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഇടതുഭാഗത്തിൽ നിന്നും വലതുഭാഗത്തിലേക്ക് ചരിഞ്ഞിട്ടാണ് അല്ലെ ഈ ഒരു കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഐസോകോണ്ട് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ്. ഒന്നിലധികം ഐസോകോണ്ടുകൾ നമ്മൾ മുകളിൽ വരയ്ക്കുന്ന സമയത്ത് രണ്ട് ഐസോകോണ്ട് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടില്ല, ഇന്റർസെക്ട് ചെയ്യില്ല. ടു ഐസോകോണ്ട് വിൽ നോട്ട് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ഓക്കെ അല്ലേ? ഇപ്പൊ ഇതിന് മുകളിലായിട്ട് ടീച്ചർ ഒരു ഐസോകോണ്ട് വരയ്ക്കാന്ന് വെക്കൂ. ഇപ്പൊ ടീച്ചർ ഇത് കാണിച്ചു തരാം. ഇതിന് മുകളിലായിട്ട് ടീച്ചർ ഒരു ഐസോകോണ്ട് വരച്ചു, ഒരു കർവ് വരച്ചു. അപ്പൊ മുകളിലുള്ള കർവിനേക്കാളും സംതൃപ്തി താഴെയുള്ള കർവിന് സംതൃപ്തി കുറവായിരിക്കും. ഏറ്റവും മുകളിലുള്ള ആ ഒരു ഐസോകോണ്ടിന്റെ കർവിനായിരിക്കും സംതൃപ്തി കൂടുതൽ. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പൊ ഐസോകോണ്ട് ഈസ് ആൾസോ നോൺ ആസ് ഈക്വൽ പ്രൊഡക്റ്റ് കർവ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് two inputs which give maximum level of output. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ.
അപ്പൊ നമ്മൾ ഐസോകോണ്ട് നോക്കിയില്ലേ. അപ്പൊ മുകളിലുള്ള ഐസോകോണ്ട് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫിക്കേഷൻ അല്ലെങ്കിൽ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് നൽകുന്നു. ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പറഞ്ഞാൽ സാറ്റിസ്ഫിക്കേഷൻ പ്രൊഡ്യൂസറിന് നൽകുകയാണ് കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഏത് തരം കർവായിരിക്കും നൽകുക? ഐസോകോണ്ട്, ഒന്നിലധികം ഐസോകോണ്ടിലെ ഏറ്റവും മുകളിലുള്ള കർവായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഐസോകോണ്ട് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഐസോകോണ്ട് മാപ്പ് ആണ് അല്ലെ. നോക്കൂ, എ ഗ്രൂപ്പ് ഓഫ് ഐസോകോണ്ട് ഈസ് കോൾഡ് ഐസോകോണ്ട് മാപ്പ് കേട്ടോ. അപ്പൊ ഒന്നിലധികം അല്ലെ ഗ്രൂപ്പ്, ഒരു ഐസോകോണ്ടിന്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാം? ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ഐസോകോണ്ട് ഈസ് കോൾഡ് ഐസോകോണ്ട് മാപ്പ്. ഒന്നിലധികം ഐസോകോണ്ടുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഐസോകോണ്ട് മാപ്പ് എന്ന് പറയുന്നത്. ഗ്രാഫ് ശ്രദ്ധിക്കൂ മക്കളെ. IQ1, IQ2, IQ3. IQ എന്ന് പറയുന്നത് ഐസോകോണ്ട് ആണ് കേട്ടോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഐസോകോണ്ട് 1, ഐസോകോണ്ട് 2, ഐസോകോണ്ട് 3. IQ3 ഈസ് ഗ്രേറ്റർ ദാൻ IQ2. എന്താ പറയുന്നത്? അതായത് IQ3 എന്നൊരു കർവിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പോസിബിൾ കോമ്പിനേഷനിൽ നിന്നും നമുക്ക് ധാരാളം ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഏതിനേക്കാളും? IQ2 എന്ന കർവിനേക്കാളും. IQ2 എന്ന കർവിൽ IQ1 എന്നൊരു കർവിനേക്കാളും നമ്മൾക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നു. അതായത് നമ്മളിപ്പോ ഐസോകോണ്ട് കർവ് മുകളിലേക്ക് പോകും തോറും നമുക്ക് തരുന്ന ഔട്ട്പുട്ട് കൂടി വരുന്നു. ഏറ്റവും മുകളിലുള്ള ഒരു ഐസോകോണ്ട് കർവിലായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു പ്രൊഡ്യൂസർക്ക് ഔട്ട്പുട്ട് തരാനുള്ള ഒരു ശേഷി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നോക്കൂ മക്കളെ, IQ3 ഈസ് ഗ്രേറ്റർ ദാൻ IQ2 ആൻഡ് IQ2 ഈസ് ഗ്രേറ്റർ ദാൻ IQ1. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ച ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ടീച്ചർ. അപ്പൊ മക്കളെ, നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും കുറച്ച് ടോപ്പിക്കിലൂടെയാണ് കടന്നുപോയത് അല്ലെ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്, ഉൽപാദനം പഠിച്ചു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചു അല്ലെ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും പഠിച്ചു. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് പഠിച്ചു? ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റിനെ കുറിച്ചും പഠിച്ചു അല്ലെ. അടുത്ത നമ്മളൊരു തിയറിയാണ് പഠിച്ചത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അതിലാണ് നമ്മൾ പഠിച്ചത് ഇൻക്രീസിംഗ് റിട്ടേൺ ടു എ ഫാക്ടർ, diminishing return to a factor and negative return to a factor തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അടുത്ത റിട്ടേൺ ടു സ്കെയിൽ പഠിച്ചു അല്ലെ. IRS, DRS, CRS എന്നിവയെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ തരം കോസ്റ്റ് ആണ് ഷോർട്ട് റണ്ണിൽ ഉള്ളത്, ഏതൊക്കെ തരം കോസ്റ്റ് ആണ് ലോങ് റണ്ണിൽ ഉള്ളത് പഠിച്ചു അല്ലെ. ഷോർട്ട് റൺ കോസ്റ്റുകളെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ലോങ് റൺ കോസ്റ്റുകളെ കുറിച്ച് പഠിച്ചു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SACയും ABC പഠിച്ചു അല്ലെ. SACയും ABCയും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചു. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ SMCന്റെ ഒരു കർവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്ത ലാസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ഷേപ്പ് ഓഫ് ലോങ് റൺ കോസ്റ്റ് കർവിനെ കുറിച്ച് പഠിച്ചു. അവസാനമായിട്ട് നമ്മൾ ഐസോകോണ്ട് മാപ്പിനെ കുറിച്ചും പഠിച്ചു അല്ലെ. അപ്പൊ വ്യക്തമായിട്ട് ഈ പാഠം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുകയാണ് കേട്ടോ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു 4 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതില് നോക്കൂ മക്കളെ, ദ ഷേപ്പ് ഓഫ് AFC കർവ് ഈസ് ഡാഷ്. AFC കർവിന്റെ ഷേപ്പ് എന്താണ്? ആരും ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കാതെ മനസ്സിൽ പറയാ. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു AFC കർവിന്റെ ഷേപ്പ് ഇതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആരാണ് മിടുക്കന്മാര്, ആരാണ് മിടുക്കികൾ എന്ന് ടീച്ചർ നോക്കണം കേട്ടോ. അപ്പൊ മനസ്സിൽ എല്ലാവരും പറയണം AFC കർവിന്റെ ഷേപ്പ് ഏത് തരത്തിലുള്ളതാണെന്ന്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, ഡിഫൈൻ ഐസോകോണ്ട്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് അവസാനമായിട്ട് പഠിച്ച ഭാഗമാണ് ഐസോകോണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് റിട്ടേൺ ടു സ്കെയിൽ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഭാഗമായിട്ടുള്ള റിട്ടേൺ ടു സ്കെയിലിനെ കുറിച്ച് വിശദീകരിക്കുക. Prepare a seminar report on the topic production function. പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുക. എങ്ങനെയാണ് സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം അല്ലേ. അതിൽ നിങ്ങൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തണം. അപ്പോൾ അടുത്ത ക്ലാസ്സിനെ കാണുന്നവരേക്കും താങ്ക് യു, ബൈ ബൈ.